പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ സാരി ബ്ലൗസിൻ്റെ പല സൈസിലുള്ള വീഡിയോകൾ ചെയ്തിടുകയും സാരി ബ്ലൗസിൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങൾ എന്നാൽ വലിയ അതായിട്ട് നമുക്ക് പ്രയോജനപ്പെടുന്ന കാര്യങ്ങൾ വളരെ ഈസിയായ രീതിയിൽ പുതിയതായിട്ട് പഠിക്കുന്നവർക്ക് പോലും മനസ്സിലാകുന്ന വിധത്തിലുള്ള പല വീഡിയോകളും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾ കണക്ക് കൂട്ടിയും ചെറിയ ചെറിയ സംശയങ്ങളൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ട്. അപ്പം ഒത്തിരി ലോങ് വീഡിയോ ആയിട്ടിട്ട എല്ലാവർക്കും കാണാനുള്ള സമയങ്ങൾ കുറവാണ്. അതുകൊണ്ട് കുറച്ചും കൂടെ മനസ്സിലാകുന്ന രീതിയിൽ തന്നെ ഒന്ന് പറഞ്ഞു തരാം എന്ന് കരുതിയാണ് ഇപ്രാവശ്യം എത്തിയിരിക്കുന്നത്. ഈ കണക്ക് പെട്ടെന്നൊന്ന് മനസ്സിലാകുന്ന രീതിയിൽ ഒരു സ്കെച്ച് കംപ്ലീറ്റ് വെട്ടി കാണിക്കുമ്പോൾ പിന്നെയും സമയമെടുക്കുന്നു. പുതിയൊരു സൈസിലേക്ക് ഇനി നമുക്ക് പോകാനുണ്ട്. ഇടയ്ക്കായിട്ടുള്ള വലിയ സൈസുകളിലേക്ക് 50ൻ്റെയും 48ഒക്കെ പലരും ചോദിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ യഥാർത്ഥമായ കണക്കുകളൊക്കെ സ്വരൂപിച്ച് നല്ല രീതിയിൽ തന്നെ വീഡിയോ ചെയ്തിടണമെന്നാണ് മനസ്സിലെ ആഗ്രഹം. അതിൻ്റെ കണക്കുകളും യഥാർത്ഥമായ രീതിയും കണക്ക് കാര്യങ്ങളൊക്കെ കിട്ടിയാലും നമ്മൾ വെട്ടുമ്പോൾ കുറച്ചറിയാവുന്നവർക്ക് പെട്ടെന്ന് അത് മനസ്സിലാവും. പക്ഷേ ഒട്ടും അറിയത്തില്ലാത്ത തുടക്കക്കാർക്ക് അത് വലിയ പ്രശ്നങ്ങളാണ്. അതുകൊണ്ടാണ് സൈസിൻ്റെ ഒരു പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിലുള്ള ഒരു തിയറിയാണ് നമ്മളെപ്പോഴും കട്ടിങ്ങിൽ ഞാൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് സമർപ്പിക്കുന്നത്. തെറ്റുകൾ വരാം എങ്കിലും നമ്മൾ ആലോചിച്ച് അത് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇന്ന് ബാക്ക് പീസിൻ്റെ ഞാൻ നിങ്ങൾക്ക് എപ്പോഴും പറഞ്ഞു തരാറുണ്ട്. ബോഡി വണ്ണത്തിൻ്റെ 1/6 നമ്മൾ ഈ ഹാം ഗോള് ഇവിടെ ഇറക്കുന്നത്. അതറിയാമല്ലോ, ഹാം ഗോൾ ഇവിടെ ഇറക്കുന്നു. ഇതിൻ്റെ ഹാം ഗോൾ ഇറക്കി ഇതിൻ്റെ പകുതിയിൽ നിന്നാണ് നമ്മൾ ഈ ചെരിവ് പോകേണ്ടത്. ഒരു കാരണവശാലും അത് മറന്നു പോകല്ല. പ്രത്യേകം ഞാൻ പറഞ്ഞിട്ട് 1.25 ഇഞ്ചാണ് നമ്മളിവിടെ കൂടുതലിടുന്നത് വണ്ണം കൂട്ടാനായിട്ട്. ഈ 1.25 എന്നുള്ള കണക്ക് ഓർത്തോണം. അപ്പം ഇതിൽ സാരി ബ്ലൗസിൻ്റെ ഫ്രണ്ട് ടെക്കിൻ്റെ കാര്യമാണ് ഏറ്റവും കൂടുതൽ എല്ലാവരും ചോദിക്കുന്നത്. അതിന് നമുക്കൊരു എളുപ്പവഴി കണ്ടുപിടിക്കുന്നുണ്ട്. അതും കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പിന്നെ നമുക്ക് ഈ ബാക്ക് നെക്കിനെ നിങ്ങൾക്കറിയാം, ഞാൻ പറഞ്ഞിട്ടുണ്ട്. സാധാ നെക്കാണ് ഈ അളവിൽ തന്നെ വെട്ടുക. പിന്നെ കുറച്ച് വൈഡ് നെക്കാണ്. ഇതിൻ്റെ ഔട്ട്ലൈനിൽ പോകണം. 1 ഇഞ്ച് ഔട്ട്ലൈൻ പോയി വേണം വീഡിയോ ഈ നെക്ക് വെട്ടാൻ. ഇങ്ങനെ 1 ഇഞ്ച് മേളിലോട്ട് കയറി എന്നിട്ട് വേണം ഈ ഇങ്ങനെ വൈഡ് ചെയ്ത് കൊണ്ടുപോകാൻ. അതിപ്പോൾ നമുക്ക് തരുന്ന ആളുടെയും ബോഡി ഷേപ്പ് എത്രത്തോളം ഉണ്ട്, ശരീരം എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ടേ ഉള്ളൂ ആ രീതിയിലുള്ള ഇതൊക്കെ നമ്മൾ ചെയ്യാവുള്ളൂ. പിന്നെ ഹാം ഗോൾ അളക്കുന്ന കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. ഇവിടെ മാർക്ക് ചെയ്തിട്ട് കൈ ഇങ്ങനെ എടുത്ത് വെക്കണം. കൈ വെച്ചിട്ട് കൈ നമ്മൾ മാർക്ക് ചെയ്ത് ഇങ്ങനെ നോക്കണം. വെട്ടിയാലുടനെ ഇങ്ങനെ വരുന്ന ഈ അളവിൻ്റെ കാര്യം ഞാൻ പെട്ടെന്നൊന്ന് പറയാം, ഒന്ന് കുറിച്ചിട്ടോണം. ബോഡി വണ്ണത്തിൻ്റെ 1/4 1 ഇഞ്ച് കുറച്ചാണ് നമുക്ക് ഹാം ഗോൾ വരേണ്ടത്. മിനിമം ഒരു 44 വരെ ആ അളവിൽ തന്നെ പോകും. 32 മുതൽ 44 വരെയും ഏകദേശം ഈ അളവിൽ തന്നെ പോകും. മേളിലോട്ട് വരുമ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ വരും. അതാണ് ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന് ഇടാൻ പോകുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി ഓർപ്പിക്കുന്നു. ബോഡി വണ്ണത്തിൻ്റെ 1/4 1 ഇഞ്ച് കുറച്ച് ഞാൻ ഇതാ പിടിച്ച് കാണിക്കാം. എന്തുകൊണ്ടോ ഇങ്ങനെ നമ്മൾ കൈ ഇങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ കറക്റ്റ് കണക്കാണെങ്കിൽ അങ്ങനെ തന്നെ ഹാം ഗോൾ ഇരിക്കും. ഒരു വ്യത്യാസവും വരത്തില്ല. ഇനി നമുക്ക് പോകാനുള്ള എന്തെന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് നെക്കിൻ്റെ കണക്കിലേക്ക് പോകണം. ഫ്രണ്ട് നെക്ക് പലർക്കും ഈ ഫ്രണ്ടിൻ്റെ ഇത് പിന്നെ മെയിൻ ടക്കിൻ്റെ കാര്യമൊക്കെ ഭയങ്കര പ്രശ്നത്തിലാണ് ഇരിക്കുന്നത്. അപ്പം ബാക്ക് പീസ് തന്നെ എത്ര പറഞ്ഞു കൊടുത്തിട്ടും അവർക്ക് ചെറിയ രീതിയിലൊക്കെ ഒരു മനസ്സിലാകാഴിക വരുന്നുണ്ട്. അതെങ്ങനെയാണ് നമുക്കൊന്ന് ഈസി ലൈനിൽ ഇവർക്ക് ഈ 3 ടക്കിൻ്റെ കാര്യം നമുക്കൊന്ന് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ അതിലേക്ക് പോകാം കേട്ടോ. അതെങ്ങനെയാണെന്ന് ഇപ്പം നമ്മൾ ബാക്ക് പീസിൽ നമ്മൾ 1.25 ഇഞ്ച് കൂട്ടാനിട്ടിട്ടുണ്ട്. കണ്ടു ഈ 1.25. ഈ 1.25ലേക്ക് ഇവിടെ വെച്ച് മാർക്ക് ചെയ്യണം. ഈ മെയിൻ ഡെക്ക് മാർക്ക് ചെയ്യുന്നതിന് മുന്നേ അങ്ങനെ തന്നെ കിട്ടും. എന്നിട്ട് ഇതുണ്ടോ ഇങ്ങനെ പിടിക്കുക. സെൻറ്റർ മനസ്സിലായോ? ഈ സെൻറ്റർ ഇങ്ങനെ പിടിക്കുക. കറക്റ്റ് എത്രത്തോളം വന്നെന്ന് അളന്ന് നോക്കണം. ഇങ്ങനെ മനസ്സിലായോ? ഈ സെൻറ്റർ മാർക്ക് തിരിച്ചെടുക്കുക. ഇതുണ്ട് സെൻറ്റർ. ഇതിൽ നിന്ന് 1/2 ഇഞ്ച് മാറ്റി. 1/2 ഇഞ്ച് മാറ്റിയാൽ നിങ്ങൾക്ക് മെയിൻ ടക്കിൻ്റെ വിത്തല്ല സെൻറ്റർ കിട്ടും. 1/2 ഇഞ്ച് മാറ്റിയത് ഇങ്ങനെ ഒരു ലൈൻ. മനസ്സിലായോ? ഓക്കെ. ഇനി
ഈ ടക്കിൻ്റെ വിത്തിൻ്റെ കാര്യം ചോദിച്ചു. അതും പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിൽ ഒരു തിയറി കാണിച്ചു തരാം. നമ്മൾ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തു. 10 ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത്. ഈ താഴോട്ട് അളക്കണം എത്രയുണ്ടെന്ന്. താഴോട്ട് 3 ഇഞ്ച്. ഈ 3 ഇഞ്ച് വിത്ത് നമ്മളിവിടെ കൂട്ടിയാൽ മതി. എത്രത്തോളം വന്നു? ഡാട്ട് മാർക്ക് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് വന്ന അളവ് എത്രയാണ്? 3 ഇഞ്ച്. ഈ 3 ഇഞ്ച് നമ്മൾ രണ്ടായിട്ട് ഭാഗിച്ച് 1.5 വീതവും കൊടുക്കാം. അതിൽ 1/2 ഇഞ്ച് വീതം കുറച്ച് 1/4 ഇഞ്ച് വീതം കുറച്ച് 1.25 വെച്ചാക്കിയാലും ഡാട്ടിന് ഒരു കുഴപ്പം വരത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി ഒന്ന് ഓർപ്പിക്കുന്നു. ബാക്കി പീസും അപ്പം നമ്മൾ ഫ്രണ്ട് പീസ് ഒന്നും മെയിൻ ഡാട്ട് മാർക്ക് ചെയ്യാതെ ഇത് വെച്ചിരിക്കുന്നത് വെട്ടിയെടുത്തു. അപ്പം ഈ 1.25 ഇഞ്ചിലോട്ട് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു. മാർക്ക് ചെയ്തിട്ട് ഇത് നേരെ ഇതിലോട്ട് ഒപ്പിച്ചു വിട്ടു. ഓക്കെ, എന്നിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്യും. ഇത് തിരിച്ചിട്ട് ഇത് 1/2 ഇഞ്ച് വരുത്തി സെൻറ്റർ നീളത്തിൽ മാർക്ക് ചെയ്യുന്നു. അപ്പം നിങ്ങൾക്ക് മെയിൻ ഡാട്ടിൻ്റെ സെൻറ്റർ ഈസി ആയിട്ട് കിട്ടിയില്ലേ. എന്നിട്ട് ഇതിൻ്റെ ഡാട്ടിൻ്റെ വിത്ത് എങ്ങനെ കണ്ടുപിടിക്കാനുള്ള എളുപ്പ വഴി, നമ്മുടെ ഈ മെയിൻ ഡാട്ട് 10 ഇഞ്ച് മാർക്ക് ചെയ്ത് കഴിഞ്ഞ് താഴോട്ട് എത്രയുണ്ടെന്ന് നോക്കുക. ഈ ഭാഗം നോക്കുക. ഈ ഭാഗം എത്രയുണ്ടെന്ന് അളന്ന് നോക്കുക. എത്ര? 3 ഇഞ്ച് വന്നു. ആ 3 ഇഞ്ചിനെ 1.5 ഇഞ്ച് വീതം നടുവേ ഇങ്ങനെ ഭാഗിച്ചു. ഇങ്ങനെ ഭാഗിച്ചാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. ഇനി കുറച്ച് കപ്പ് സൈസ് കൂടുതലുള്ള ഒരാളാണ് ആ വിത്ത് തികയുന്നില്ലെങ്കിൽ ഈ ടേപ്പ് നിങ്ങൾ ക്രോസ് ചെയ്ത് പിടിക്കുക. ഇങ്ങനെ ക്രോസ് ചെയ്ത് പിടിക്കുക. ഇങ്ങനെ ക്രോസ് ചെയ്ത് പിടിച്ചിട്ടും 3.5 വന്നു. ഈ 3.5 1.25 വീതം ഇങ്ങനെ ഇടാം. നോർമലി കപ്പ് സൈസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വിത്ത് മതി. ഇവിടുന്ന് താഴോട്ടുള്ളത് ഈ പപ്പാതി കൊടുക്കുന്നു. ചിലർക്ക് അതിൽ നിന്ന് 1/4 ഇഞ്ച് കുറച്ചാലും ഒരു കുഴപ്പവും വരത്തില്ല. അപ്പം കുറച്ചും കൂടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാനുള്ള ഒരു പുതിയ തിയറി ആയത് കേട്ടോ. വരച്ചു. ഇനി നമുക്ക് വേണ്ടത് ഇവിടുത്തെ ഡാട്ട, ഈ സെൻറ്റർ 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് തള്ളി ഏതാ നമ്മൾ പൈപ്പിംഗ് അടിക്കുക. എന്നിട്ട് ഇത് നടുവേ ഇങ്ങനെ മടക്കുന്നു. നടുവേയും 1/4 ഇഞ്ച് തള്ളിയിട്ട് മടക്കുണ്ടോ. തയ്യൽ തുമ്പ് 2 സൈഡിലും തള്ളിയിട്ട് നടുവേ മടക്കുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഡാട്ട് കിട്ടും. ഡാട്ടായല്ലോ. ഇനി അതും നിങ്ങൾക്ക് മനസ്സിലായി. സമയം കളയുന്നില്ല, പെട്ടെന്ന് പറയാം. ഇവിടുത്തെ ഡാറ്റ ഇത് കണ്ടുപിടിക്കണം. ഇനി എന്നാ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആദ്യം ഇതിൻ്റെ സ്ക്വയർ വരയ്ക്കുക. വരച്ചല്ലോ. ഈ സ്ക്വയർ വരച്ചു. ഈ സ്ക്വയർ വരച്ചിട്ട് ഈ സ്ക്വയറിൻ്റെ സെൻറ്ററിൽ നിന്ന് പിടി കിട്ടിയില്ലേ. ഈസി ആയിട്ട് 3 ഡാട്ട് മാർക്ക് ചെയ്യാനുള്ള തിയറി കിട്ടിയില്ലേ. അതാണ്. ഇനി ഇങ്ങനെയൊന്ന് പരീക്ഷിച്ച് നോക്കൂ. കുറച്ചും കൂടെ നിങ്ങൾക്ക് എന്താണ് ഈസി എന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. ഇപ്പം ഇന്ന് ഇത്രയേ പറഞ്ഞു തരുന്നുള്ളൂ. ഇതൊന്ന് പ്രയോഗിച്ച് നോക്കിയിട്ട് ഇത് ഈസി ആയിട്ട് തോന്നുന്നുണ്ട് ഇങ്ങനെ ഒരു മെത്തേഡിൽ നിങ്ങളൊന്ന് പ്രയോഗിച്ച് നോക്കൂ. ഇല്ലെന്ന് പറ്റുന്നില്ല, ഞാൻ മുമ്പ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞ പോലാണെങ്കിൽ അങ്ങനെ നോക്കിയാലും കുഴപ്പമില്ല. മനസ്സിലാകാത്തവർ ഇങ്ങനെ ഒന്ന് നോക്കുക, എന്നിട്ടൊന്ന് കമൻ്റ് ഇടണം കേട്ടോ. ഓക്കെ, താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യുക. ഉടൻ തന്നെ അടുത്ത ഷോർട്ട് വീഡിയോയും സാരി ബ്ലൗസിനെ പറ്റി A to Z ഏത് തിയറി കിട്ടിയാലും അതെല്ലാം നിങ്ങളിൽ തന്നെ എത്തിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അനുയോജ്യമായ എന്താണ് നമ്മുടെ ഒരു വശം അത് നോക്കി തിരഞ്ഞെടുക്കുക. എല്ലാവരും നല്ല ടൈലറായിട്ട് മാറുക. ഈശ്വരൻ്റെ അനുഗ്രഹം എന്നും ഉണ്ടാകട്ടെ എന്ന് നിറഞ്ഞ മനസ്സോടുകൂടി തന്നെ പ്രാർത്ഥിക്കുന്നു കേട്ടോ. താങ്ക് യു.